നമസ്കാരം. കേരളത്തിലെ സാമുദായിക സമത്വത്തിന്റെ സമാധാനത്തിന്റെ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി പോലീസുകാർ തന്നെ ഒരുമ്പിട്ടിറങ്ങിയാൽ എന്ത് ചെയ്യും? ചാവക്കാട് പാലയൂർ പള്ളിയിലെ കഴിഞ്ഞ ദിവസത്തെ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തി അത് അലങ്കോലമാക്കി എല്ലാം കൂടും കുടുക്കെല്ലാം വലിച്ചു വാരിയിട്ട് ചവിട്ടും, അതുപോലെ എല്ലാം സ്റ്റാർ നക്ഷത്രമെല്ലാം ഞങ്ങൾ വലിച്ചു വാരി എറിയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ആ നിലയിൽ ഭീഷണിപ്പെടുത്താൻ മാത്രം എന്ത് അധികാരമാണ് അവിടുത്തെ ISI ബിജിത്തിനുള്ളത്? അദ്ദേഹം ചെയ്യാതെ ഇങ്ങനെയാണോ? 9 മണിക്ക് ശേഷം അവിടെ പെർമിറ്റ് ഇല്ല, അതുകൊണ്ട് 9 മണിക്ക് എല്ലാം കട്ടയ ബോർഡ് മടക്കിക്കൊള്ളണമെന്ന് ഉത്തരവ് കൊടുക്കാൻ ആരാണ് അദ്ദേഹം? ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും പരിപാടികളും നടക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് കാല് പിടിച്ച് പെർമിഷൻ എടുക്കല്ല വേണ്ടത്. അതിനല്ല ഇവിടെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെയുള്ള പോലീസ് അടക്കമുള്ള സകല ഉദ്യോഗസ്ഥരും ഒരു ക്രൈം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യം നടക്കുമ്പോൾ രണ്ടായാലും പൊതുജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ അങ്ങോട്ട് ചെന്ന് അവരെ സഹായിക്കേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചേക്കുന്നത്. ഇവിടെ പരാതി അങ്ങോട്ട് കൊണ്ടുവന്ന് രേഖാമൂലം എഴുതി കൊടുത്താൽ മാത്രമേ പരാതി എടുക്കൂ, അതുപോലെ ആഫീസിൽ ചെന്നിട്ട് ഓഫീസർമാരെ കാല് പിടിച്ച കാര്യം നടത്തുക എന്നത് ഒരു ശരിയായ നടപടിയല്ല. അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോൾ, ഒരു ആഘോഷ പരിപാടി നടക്കുമ്പോൾ, അതും സഭാ മേലധ്യക്ഷന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പരിപാടി നടക്കുന്ന സമയത്ത് അതിന് ബൈക്ക് പെർമിറ്റോ മറ്റോ കാര്യങ്ങളോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെന്ന് കലക്കലല്ല. അത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരം ഒരു പരിപാടിയെ കുറിച്ച് എന്തായാലും SI വിവരം അറിഞ്ഞിട്ടുണ്ടാവും. ചെന്ന് അന്വേഷിക്കണം, എത്ര മണിവരെ ഉണ്ടാകും, എന്തൊക്കെ ഉണ്ടാവും, പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പെർമിറ്റ് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അതാ വേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയല്ല, അല്ലാതെ അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് തീറ്റൂര എഴുതി കൊടുക്കുകയല്ല വേണ്ടത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കണം. അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. പോലീസ് എന്നാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. നിയമം ആർക്കാണോ വേണ്ടത് അല്ലെങ്കിൽ നീതി ആർക്കാണോ വേണ്ടത് അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കണം, അല്ലാതെ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് തരലല്ല. അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അറിഞ്ഞു പെരുമാറേണ്ട ഈ പോലീസ് വിഭാഗം ഈ സമൂഹത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് മറ്റൊരു വിഷയം ഉണ്ടായത്, ഒരു പക്ഷേ പാലക്കാട് നടന്നത് ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു ആഘോഷമായതുകൊണ്ട് അത് നിയമപരമല്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഒരു പ്രോഗ്രാം നടന്നതുകൊണ്ട് അത് ചെന്ന് ഒരു പക്ഷേ തടഞ്ഞു എന്ന് പറയാം. തടഞ്ഞു എന്നല്ല, അവരോട് സംസാരിച്ചു എന്ന് പറയാം. പക്ഷെ അത് ബലമായി തടയുകയോ അതിക്രമം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. അത് അവരത് ചെയ്യേണ്ടവരല്ല. ഇത്തരം ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് നിയമവിഭാഗത്തെ അറിയിക്കുകയും ആരാണോ അത്തരത്തിലൊരു സ്ഥാപനത്തിൽ അത് ചെയ്തത് അവർക്കെതിരെ ശിക്ഷാ നടപടി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാം ഒരുപോലെ അല്ല കാണേണ്ടത്. ഇവിടെ ഒരു ആരാധനാലയത്തിൽ അവരുടെ ആഘോഷ പരിപാടി, ഇപ്പോൾ ക്രിസ്മസ് പരിപാടി, അതൊരു വലിയ ഒരു മതപരമായിട്ടുള്ള ഒരു ആഘോഷമാണത്. ആ ആഘോഷം നടക്കുമ്പോൾ അതിനാവശ്യമായ സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ വളരെ ധിക്കാരപൂർവ്വമാണ് SI പെരുമാറിയത് എന്നാണ് മനസ്സിലാകുന്നത്. സഹായത്തിനായി പള്ളി അധികാരികള് സുരേഷ് ഗോപിയുടെ സഹായം തേടി. സുരേഷ് ഗോപി ആകട്ടെ ഈ SI വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തിട്ടില്ല എന്നാ പറയുന്നത്. സുരേഷ് ഗോപി ഒരു മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, ഒപ്പം അവിടുത്തെ MP ആണ്. ആ MP ആകുമ്പോൾ, അവിടുത്തെ ജനപ്രതിനിധിയാകുമ്പോൾ ഈ SIയുടെ മുകളിൽ തന്നെയാണ് വരുന്നത്. വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ? കുറ്റമല്ലേ? കേരള സർക്കാർ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നടപടി എടുക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കലക്കലാണ്. ഇവിടെ സാമുദായിക അന്തരീക്ഷം തകർക്കണം. ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ അന്തരീക്ഷം തകർക്കണം. ആദ്യം മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കണം. അതിന് വഖഫ് പ്രശ്നമായാലും മറ്റേത് പ്രശ്നമായാലും ഒരു തമ്മിലടി അവിടെ തുടങ്ങുന്നു. എന്നിട്ട് അവരെ രണ്ടുപേരും ശത്രുക്കളാക്കിക്കൊണ്ട് മൂന്നാമതൊരു ചേരി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും. അതിന് ഇങ്ങനെ പള്ളിയിൽ കയറി കലക്കുക. നേരത്തെ പൂരം കലക്കിയിരുന്നു. തൃശ്ശൂർ പൂരം കലക്കിയതും ഇതേ പോലീസാണ്. വെടിക്കെട്ട് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി ഇവിടെ നടക്കുന്നതാണ്. അത് നട്ടുച്ചയ്ക്ക് നടത്തേണ്ട ഒരു പരിപാടിയല്ല. അപ്പോൾ ആ നിലയിൽ അതിനെ കലക്കുന്നു. ഇപ്പോ പള്ളി പരിപാടി, അവരുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് നാളിതുവരെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തിയിട്ടില്ല. ഇങ്ങനെ പോലീസ് ഒരു കലാപരിപാടി നടത്തിയിട്ടില്ല. അതിന് പെർമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പെർമിറ്റ് അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തതിന്റെ ഫീസ് വാങ്ങണം, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ. അപ്പോൾ അതിന് പകരം അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ പരിപാടി നിർത്തിവെപ്പിക്കുക, അത് അലങ്കോലമാക്കുക എന്ന് പറയുന്നത് അത്യന്തം നിഷേധാത്മകമാണ്, മനുഷ്യത്വരഹിതമാണ് എന്നേ പറയാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണോ അതിന്റെ ലംഘനമാണ്. ഇത്തരത്തിലുള്ള പോലീസുകാർ ഒരു കാരണവശാലും ഡ്യൂട്ടിയിൽ ഇരിക്കാൻ അർഹരല്ല. അത് പോലീസുകാരല്ല, മറ്റാർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കും തോന്നും. ഒരുപക്ഷെ ഈ സർക്കാർ തന്നെയാണ് ഇത് കലക്കാനും അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കി വിട്ടെന്നെങ്കിൽ ഒന്നും പറയാനില്ല. എന്താ പറയാൻ? ഏതായാലും ഈ നിലപാട് നല്ലതല്ല. ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് ഉദ്യോഗസ്ഥനായാലും പോലീസുകാരനായാലും മറ്റേത് സർക്കാർ ഉദ്യോഗസ്ഥനായാലും ജനങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് സേവനം കൊടുക്കേണ്ട ആൾക്കാരാണ്. അല്ലാതെ അവർ ഇങ്ങോട്ട് കാല് പിടിച്ച് വരുമെന്ന് കരുതി നിൽക്കുന്നത് ശരിയല്ല. ഏതായാലും ഈ ആഘോഷം സംബന്ധിച്ച്, ഈ ഒരു സമ്മേളനം സംബന്ധിച്ച് സഭാ മേലധ്യക്ഷന്മാർക്ക് വരുന്ന ഒരു പരിപാടി എന്ന നിലയിൽ സ്വാഭാവികമായും അവിടെ
ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാകും അവിടെ നടക്കുന്നതിനെ കുറിച്ച്. അതിനുള്ള വിവരം അവിടുത്തെ SHOക്ക് ലഭ്യമായിട്ടുണ്ടാവും. അദ്ദേഹം അത് SIക്ക് വിവരം ധരിപ്പിച്ചിട്ടും ഉണ്ടാകും. എന്തായാലും ആ നിലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് സുഗമമായി നടത്തുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സത്യത്തിൽ ആ പോലീസുകാർക്കുണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് അവിടെ ചെന്ന് കലക്കുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും അത് നല്ലൊരു പ്രവൃത്തിയല്ല. ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൂടി വരുന്നതിൽ മലയാള ലോകം അക്ഷമരാണ്, അതുപോലെ വളരെ ആശങ്കാകുലരുമാണ്. എങ്ങോട്ടാണ് ഇത്തരത്തിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കി നമ്മുടെ കേരളത്തെ കൊണ്ടുപോകുന്നത് എന്നാണ് കേരളം വളരെ ഉത്കണ്ഠയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.